ജഹാംഗീർ ഇളയടത്തിന്റെ കളം നിറഞ്ഞൊഴുകി തനുശ്രീ കഥാസമാഹാരം പ്രകാശനം ചെയ്തു. പൊന്നാനി ഇടശ്ശേരി കലാപാഠശാല സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ടി.ഡി. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും പറയാം, പല സ്ഥലത്തും നമ്മൾ കേൾക്കുന്നതാണ്, വായനയൊന്നും പണ്ടത്തെ പോലെ ഇല്ല. ഇപ്പോൾ ആളുകൾ തീരെ പുസ്തകം വായിക്കാത്തവരാണ്. ചെറുപ്പക്കാരെ കുറിച്ചാണ് പ്രത്യേകിച്ച് ആക്ഷേപം ഉന്നയിക്കപ്പെടാറ്. അവരൊക്കെ മൊബൈൽ ഫോണിൽ വിരൽ കുത്തി സമയം കളയുന്ന, പുസ്തകം വായിക്കാത്ത ഒരു വിഭാഗം ആളുകളാണ്. വളരെ അബദ്ധമായിട്ടുള്ള ധാരണയാണ്. ഈ ചെറുപ്പക്കാരിലാണ് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് ബാക്കി നിലനിൽക്കുന്നു. പക്ഷെ അവർ ഇതുപോലെ ഏതെങ്കിലും ഒരു സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തുന്ന പരിപാടിയിലേക്കോ വായനശാലയിലേക്കോ അത്തരം ഇടങ്ങളിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് വന്ന് വലിയ ആൾക്കൂട്ടമൊന്നും ഉണ്ടാക്കണമെന്നില്ല. അവർ പലപ്പോഴും അദൃശ്യമായിട്ടായിരിക്കും, പക്ഷെ അവർ വായിക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം. ഞാനത്ര ഉറപ്പിച്ച് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, ചെറിയ തോതിൽ എഴുതുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് തന്നെ ബോധ്യമാകുന്നത് ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ കിട്ടുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള വായനക്കാർ. അല്പം അല്ലെങ്കിൽ നല്ലോണം തലനരച്ച് തുടങ്ങിയ 50-60 വയസ്സായി വളരെ ഗൗരവമായിട്ട് ബുദ്ധിജീവി ഇതിലൊക്കെ വായിക്കുന്ന ആളുകളല്ല പ്രതികരിക്കുന്നത്. അവരെല്ലാം പുതിയ കാലത്ത് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കും. പക്ഷെ ഞാനീ പറഞ്ഞ ഈ പുതിയ തലമുറയിൽ വായനക്കാർ അവർ ഒരു വായനശാലയ്ക്ക് വന്ന് ചിലപ്പോൾ പുസ്തകം എടുത്തു കൊണ്ടുപോയി വായിക്കണമെന്നില്ല. അവർ വായിക്കുന്ന ഇടങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അവർ വായിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കാം, അവർക്ക് ലോകത്തിനെ കുറിച്ച്, സമൂഹത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും. ഇ. ജയകൃഷ്ണൻ പുസ്തകം ഏറ്റുവാങ്ങി. ഡോക്ടർ ജയശ്രീ കെ.എം. അധ്യക്ഷത വഹിച്ചു. ടി.വി. ശൂലപാണി പുസ്തക പരിചയം നടത്തി. വി. രാമകൃഷ്ണൻ സ്വാഗതവും പ്രശാന്ത് വി.കെ. നന്ദിയും പറഞ്ഞു.